ഇവിടെ ഈ കല്യാണത്തിന് ആദ്യ എതിർപ്പ് പറഞ്ഞത് ഞാന്, മറിച്ച് പറഞ്ഞത് ഞാൻ തന്നെ. അതുപോലെ ഇപ്പൊ എന്റെ മുന്നില് അലക്സിയുടെ കാശ് കാര്യത്തിൽ ഏട്ടന്റെ നിസ്സഹായതയേക്കാൾ വലുത് രോഹിണി ചേച്ചി മാത്രം. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ രോഹിണി ചേച്ചി ഏട്ടൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കും ചേച്ചി. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? രോഹിണി ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വിനയേട്ടന്റെയും രോഹിണി ചേച്ചിയുടെയും കല്യാണം നമ്മൾ നടത്തിയേ പറ്റൂ. ചേച്ചി നാളെ ഒരു ആത്മഹത്യാ ശ്രമം നടത്താതിരിക്കാനാണ് ഞാനീ പറയുന്നത്. ഇനി അത് നടക്കാൻ പ്രയാസമാണ്. അവളുടെ അമ്മാവനും അമ്മായിയും ഹോസ്പിറ്റലിൽ വന്നിരുന്നു. നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി അവളെയും കൊണ്ട് അവർ നാട്ടിലേക്ക് പോയി. ഞാൻ അവളെ വിവാഹം കഴിക്കാതിരിക്കാൻ അലക്സി വാശിക്ക് കളിച്ചൊരു കളിയാണത്. ആ അമ്മാവനും അമ്മായിയും അവൻ വിലയ്ക്ക് വാങ്ങിച്ച കളിപ്പാവകളും. അതെന്തായാലും ഏട്ടൻ ചേച്ചി അവരുടെ കൂടെ വിടരുതായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ബില്ല് സെറ്റിൽ ചെയ്ത് വരുമ്പോഴേക്കും അവളെയും കൊണ്ട് അവർ പോയിരുന്നു. ഞാൻ വിളിച്ചപ്പോ അവളുടെ ഫോൺ അവളുടെ അമ്മാവന്റെ കയ്യിലാണിപ്പോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ ഇനി അവൾ എന്നെ ശപിച്ചുകൊണ്ട് ജീവിക്കും, അല്ലെങ്കിൽ അവൾ മരിക്കും. അതേ സംഭവിക്കൂ. നോ, ചേച്ചി ഒരിക്കലും നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നാളത്തെ മുഹൂർത്തത്തെ തന്നെ വിനയേട്ടന്റെയും രോഹിണി ചേച്ചിയുടെയും വിവാഹം നമ്മൾ നടത്തും. എന്റെ ഉറപ്പാത്. നീ എന്താടി പറയുന്നേ? എങ്ങനെ നടത്തുന്ന? ഞാൻ എന്താണ് പറയുന്നത് എന്നല്ല കാര്യം. നാളെ ഈ വിവാഹം നടത്തിയ ചേച്ചി ഹാപ്പിയാണോ എന്നാ. അത് ഒന്നും പിന്നേക്ക് വെക്കുന്ന പരിപാടിയില്ല. ഇപ്പൊ പറയണം, ചേച്ചി ഓക്കെയാണോ? അമ്മ ഓക്കെയാണോ? മുത്തശ്ശനും മുത്തശ്ശിയും ഓക്കെയാണോ? എന്തു പറയുന്നു? മുത്തശ്ശ, വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. വിവാഹം ഏത് ക്ഷേത്രത്തിൽ വെച്ച് എങ്ങനെ നടത്തണമെന്ന് മുത്തശ്ശൻ തീരുമാനിച്ചാ മതി. മുഹൂർത്തം കണ്ടുവച്ചോ. പെണ്ണിനെ ഞാൻ ഹാജരാക്കും. അതെന്റെ വാക്ക. എന്തു പറയുന്നു? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.